श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं രാമനാമവരാനനേ. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നലെ നമ്മൾ രാമായണം ഒരു കഥയല്ല, ജീവിതത്തിന് വഴികാട്ടിയാണെന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഒരു അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ആരാണ് ശ്രീരാമൻ? ഒരു രാജാവോ, ഒരു അവതാരമോ, ഒരു ആദർശ മനുഷ്യനോ, അല്ലെങ്കിൽ ഇവയെല്ലാമാണോ? ഇന്ന് നമ്മൾ ശ്രീരാമനെ ഒരു ദൈവം എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യനായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. രാമൻ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്? ശാന്തത, സ്നേഹം, ധർമ്മം, സത്യം, വിനയം. ഈ 5 ഗുണങ്ങളാണ് ശ്രീരാമനെ ലോകത്തിന് പ്രിയങ്കരനാക്കിയത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഷ്ണുവിന്റെ അവതാരമായിരുന്നിട്ടും ശ്രീരാമൻ തന്റെ ദിവ്യശക്തി ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് പരിഹരിച്ചില്ല. വിശന്നു, കരഞ്ഞു, വേദനിച്ചു, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, വനവാസം അനുഭവിച്ചു, സുഹൃത്തുക്കളെ ആശ്രയിച്ചു, യുദ്ധം ചെയ്തു. അതായത് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് ഇതാണ്: ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക എന്നല്ല മഹത്വം, അവയെ ധർമ്മത്തോടെ നേരിടുക എന്നതാണ് മഹത്വം. ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മര്യാദ എന്നാൽ അതിരുകൾ, മൂല്യങ്ങൾ, ധാർമ്മികത. പുരുഷോത്തമൻ എന്നാൽ മനുഷ്യരിൽ ശ്രേഷ്ഠൻ. അതിനാൽ മര്യാദാ പുരുഷോത്തമൻ എന്നതിന്റെ അർത്ഥം ധർമ്മത്തിന്റെയും മര്യാദയുടെയും ഉയർന്ന മാതൃകയായ മനുഷ്യൻ. ഒരു മകൻ എന്ന നിലയിൽ പിതാവിന്റെ വാക്ക് പാലിക്കാൻ അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ചു. ഒരു സഹോദരൻ എന്ന നിലയിൽ സഹോദരങ്ങളെ ഹൃദയത്തോട് ചേർത്തു. ഒരു ഭർത്താവ് എന്ന നിലയിൽ സീതയെ കണ്ടെത്താൻ ലോകം മുഴുവൻ തിരഞ്ഞു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ സുഗ്രീവനോടും വിഭീഷണനോടും നൽകിയ വാക്ക് പാലിച്ചു. ഒരു രാജാവ് എന്ന നിലയിൽ സ്വന്തം താല്പര്യത്തെക്കാൾ ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകി. ഓരോ വേഷത്തിലും അദ്ദേഹം ഒരു മാതൃകയായി. ഇന്നത്തെ ലോകത്ത് നാം പലപ്പോഴും ചോദിക്കുന്നു, വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാമായണം മറ്റൊരു ചോദ്യം ചോദിക്കുന്നു: നല്ല മനുഷ്യനാകാൻ എന്തു ചെയ്യണം? കാരണം നല്ല മനുഷ്യനാകാതെ നേടിയ വിജയം ദീർഘകാലം നിലനിൽക്കില്ല. രാമന്റെ ഏറ്റവും വലിയ ശക്തി വില്ലും അമ്പുമല്ലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. വാക്കുകൊടുത്താൽ പാലിക്കും, കോപം വന്നാൽ ധർമ്മം കൈവിടില്ല, അധികാരം ലഭിച്ചാലും അഹങ്കരിക്കില്ല, പരാജയം വന്നാലും പ്രതീക്ഷ നഷ്ടപ്പെടുത്തില്ല. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ നേതാവിന്റെ ഗുണങ്ങൾ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇത് എത്ര പ്രസക്തമാണ്. ഒരു കുടുംബം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര ബഹുമാനം വേണം. ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ സത്യസന്ധത വേണം. ഒരു രാജ്യം വളരണമെങ്കിൽ ധാർമ്മികമായ നേതൃത്വം വേണം. ഈ 3 കാര്യങ്ങളും ശ്രീരാമന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു ചെറിയ കഥ പറയാം. ഒരു ശില്പി ഒരു വലിയ പാറ കൊത്തുകയായിരുന്നു. ആരോ ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നില്ല, ഈ പാറയിൽ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം പുറത്തു കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ രാമായണം നമ്മെയും കൊത്തിയെടുക്കുന്നു. നമ്മുടെ ഉള്ളിലെ അഹങ്കാരം കുറയ്ക്കുന്നു, കോപം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു, കരുണ വളർത്തുന്നു, സത്യം പറയാൻ ധൈര്യം നൽകുന്നു. അങ്ങനെ ഓരോ ദിവസവും നമ്മെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കുന്നു. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചിന്ത: രാമനെ പോലെയാകാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ഇന്നു മുതൽ ഒരു കള്ളം കുറച്ചു പറയുക, ഒരു നല്ല വാക്ക് കൂടുതൽ പറയുക, ഒരാളെ ക്ഷമിക്കുക, മാതാപിതാക്കളോട് സ്നേഹത്തോടെ സംസാരിക്കുക, വാക്കുകൊടുത്താൽ പാലിക്കുക. ഇവയാണ് രാമായണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആദ്യ ചുവടുകൾ. നാളത്തെ വീഡിയോയിൽ നമുക്ക് മറ്റൊരു ഹൃദയസ്പർശിയായ വിഷയത്തിലേക്ക് പോകാം. ഒരു പിതാവിന്റെ ഒരു വാക്ക് എങ്ങനെ ഒരു രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചു. ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിൽ നിന്ന് മാതാപിതാക്കളും മക്കളും പഠിക്കേണ്ട മഹത്തായ പാഠങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് നാളത്തെ വീഡിയോയും കാണാൻ മറക്കരുത്. ഈ രാമായണ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും വിവേകവും
ധർമ്മബോധവും നിറയട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കൂ. ജയ് ശ്രീറാം. നന്ദി, നമസ്കാരം.